ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇപ്പം നല്ല മഴ സമയമൊക്കെയാണല്ലേ, നമുക്ക് ചൂടോടെ വൈകുന്നേരം ഒരു പലഹാരമൊക്കെ കിട്ടിയാലേ ചായക്കൊപ്പം സൂപ്പറാണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെ പണ്ട് എല്ലാവരും വീടുകളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഓട്ടടയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ചെറിയൊരു അയവിൽ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ അത്രയും കട്ടിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഞാൻ അവസാനം പറയാമേ എന്തുമാത്രം വെള്ളമായി എന്നുള്ളത്. തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു പലഹാരമാണ് ഈ ഓട്ടട എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ. ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തതിൽ 1/4 കപ്പ് വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ നിങ്ങൾ ആ ഒരു അയവ് കണ്ടല്ലോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഓട്ടടയ്ക്കുള്ള മാവ് കിട്ടേണ്ടത്. നിങ്ങൾ 1/4 കപ്പ് ആദ്യമേ അങ്ങ് ചേർക്കാൻ നിൽക്കേണ്ട. ഞാൻ 1/4 കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് 1/4 കപ്പിൽ ഒരു 1/2 കപ്പ് ആദ്യം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. അഥവാ ഇച്ചിരി വെള്ളം കൂടി പോയി എന്ന് തോന്നുകയാണെങ്കിൽ അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ പൊടിയും കൂടെ വീണ്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഓട്ടടയ്ക്ക് വേണ്ട ഫില്ലിംഗ് എടുക്കാമേ. ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാമാന്യം വലിപ്പമുള്ള ഒരു 4 ഓട്ടട കിട്ടും കേട്ടോ. പിന്നെ ഫില്ലിങ് നമുക്ക് ഇഷ്ടം പോലെ തേങ്ങ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് തേങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ഒരു 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. ശർക്കര അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര എടുക്കാം. ശർക്കര ഞാൻ ചീകിയാണ് എടുത്തിരിക്കുന്നത്. 1/3 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. 1/3 കപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മധുരം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് ഒന്നുകിൽ കുറച്ചെടുക്കാം, അല്ല നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയാലും കുഴപ്പമില്ലേ. ഞാൻ അതിലേക്ക് പിന്നെ ചേർത്തത് ഒരു 1/4 ടീസ്പൂൺ നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ച ഏലക്കപ്പൊടിയാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾ പോയി നോക്കിയാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ. ഞാൻ ആ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനെ ഒരു ഈക്വൽ 4 പാർട്സായിട്ട് ഞാനങ്ങ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന അത്രയും വാഴയില നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഓട്ടട ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ആ വാഴയില വല്ലാതെ പറ്റിയിരിക്കും ആ ഓട്ടടയിൽ. അങ്ങനെ വരാതിരിക്കാനായിട്ട് പെട്ടെന്ന് ഇളക്കി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും അതിലോട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് ആ ഓരോ വാഴയിലോട്ടും. അതുപോലെ ആ ഗോതമ്പ് മാവ് ഇങ്ങനെ പരത്തുമ്പം ഒരുപാട് കട്ടിയില്ലാതെ വരാനായിട്ട് ശ്രദ്ധിക്കണേ. ഒരുപാട് കട്ടിയുണ്ടെങ്കിൽ അത് വെന്ത് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമേ. നമ്മൾ വളരെ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ഇരുമ്പ് ചട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്ക് പാനിലോ ആണല്ലോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കട്ടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടട ശരിക്കും വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് നേരം എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ വാഴയിലയിൽ ഈ മാവ് പരത്തി കൊടുക്കണമല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും അധികം പരിചയമില്ലാത്തവർക്ക് ചിലപ്പം കൂടുതലായിട്ട് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമായിരിക്കും മാവേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ചെറുതായിട്ട് കൈ ഒന്ന് മുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പരത്താവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് അത് ഒരുപോലെ പരത്തിയെടുക്കാൻ പറ്റുമേ. പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, പുതിയ നോൺ സ്റ്റിക്ക് പാനിലൊന്നും ഇത് വെക്കാതിരിക്കുന്നതാണേ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചൂടിലാണെന്നുണ്ടെങ്കിലും കുറേ നേരം ഇങ്ങനെ കിടക്കുമ്പോഴേക്കും എണ്ണയൊന്നും ഇല്ലാതെ കിടക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു പാന് പെട്ടെന്ന് അങ്ങ് ചീത്തയാവും. ഒന്നിൽ ഇരുമ്പ് ചട്ടിയിൽ വെക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് പഴക്കിയെടുത്ത മൺചട്ടിയിൽ വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഏറ്റവും പഴക്കം ചെന്ന് നിങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തവ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാനതിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആക്കിയിട്ട് ഓരോ പ്രാവശ്യം ഈ 2 ഓട്ടട വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുവാണേ. ചിലർ ഓട്ടട ഉണ്ടാക്കുമ്പോഴേക്കും ഈ ഫില്ലിങ് ഇങ്ങനെ വേറെ ആയിട്ട് വെക്കത്തില്ല, അതിൻ്റെ കൂട്ടത്തിലിട്ടങ്ങ് മിക്സ് ചെയ്യത്തേ ഉള്ളൂ. അതും നല്ലൊരു രീതിയാണ്. പക്ഷേ അത് ചിലർക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മധുരം വളരെ കുറവ് മതി എന്നുള്ളവർ പ്രത്യേകിച്ചും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ചെറിയൊരളവ് എടുത്തിട്ട് ഈ നമ്മൾ കുഴച്ച് വെച്ച ആ ഒരു മാവില്ലേ, അതിലേക്ക് നമ്മുടെ കുറച്ച് ഫില്ലിങ് ഇട്ട് മൊത്തമായിട്ട് അങ്ങ് ഇളക്കിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കത്തേ ഉള്ളൂ കേട്ടോ. ചിലർ ഇതിന് പുറത്ത് വെയിറ്റ് ഒക്കെ വെക്കും. നമ്മുടെ പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു ചട്ടിക്കകത്ത് കുറച്ചൊരു ചെറിയൊരു ചട്ടിക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് അതിനകത്തോട്ട് വെയിറ്റ് വെക്കും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ ചെറിയ ഫ്ലെയിമിലാണ്, പ്രത്യേകിച്ചും അടച്ചും കൂടെ വെക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, നല്ല ഒന്നാന്തരമായിട്ട് നമ്മുടെ ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പുറത്തൊന്നും വെയിറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പലരും പല രീതിയിലാണ് ഓട്ടട ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ഓട്ടട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വേറെ രീതികൾ കാണിച്ചു തരാമേ. വാഴയില ഇല്ലാത്ത തന്നെ ഓട്ടട ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ അങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വാഴയില ഇല്ലാത്തവർക്ക് അത് പ്രയോജനപ്പെടും, വാഴയില കിട്ടാൻ പാടുള്ളവർക്ക്. പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വാഴയിലയ്ക്കകത്ത് പിന്നെ നമ്മുടെ വഴണയിലയ്ക്കകത്ത് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു രുചി തന്നെയല്ലേ. ഇപ്പോൾ ദേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ 4 ഓട്ടടയും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇനി ഇതൊന്ന് മുറിച്ച് കാണിക്കാവേ. ഓട്ടട ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ധൈര്യമായിട്ട് ഈ ഒരു അളവിൽ ഉണ്ടാക്കിക്കും. നല്ല സൂപ്പർ ഓട്ടടയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ.
എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാവും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.